നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ കേസിൽ കൂടുതൽ തെളിവുകൾ നിരത്തി മാത്യു കുഴൽനാടൻ MLA. CMRLന് ഖനനത്തിന് അനുമതി നൽകിയ ഉത്തരവും CMRLന് അനുകൂലമായി തീരുമാനമെടുത്തിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും ആലപ്പുഴ കളക്ടറുടെയും ഉത്തരവുകളും കേന്ദ്രം അനുമതി റദ്ദാക്കിയിട്ടുള്ള രേഖകളുമാണ് ഇന്ന് ഹാജരാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ രേഖകളിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള തെളിവുണ്ടോ എന്നത് കോടതിക്ക് സംശയമുണ്ട്. എന്തായാലും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ഇപ്പോൾ ആവശ്യപ്പെട്ടുള്ള ഹർജി വിധി പറയുന്നത് മെയ് 6 മാറ്റിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. കേസ് പരിഗണിക്കുന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ പരാതിക്കാരനായ മാത്യു കുഴൽനാടൻ MLA 4 രേഖകളാണ് ഇന്ന് പുതിയതായി ഹാജരാക്കിയിരിക്കുന്നത്. കേസിൽ വീണ്ടും വാദം കേൾക്കണമെന്നും മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് കമ്പനിക്ക് അനുകൂലമായി സർക്കാർ എടുത്ത നിലപാടിന്റെ തെളിവാണെന്നും മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ വിശദീകരിച്ചു. ഖനനത്തിനായി CMRL കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് പണം ലഭിച്ചു എന്നാണ് മാത്യു കുഴൽനാടൻ MLAയുടെ സ്വകാര്യ ഹർജിയിലെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ തൈക്കണ്ടിയിൽ CMRL ഉടമയായ SN ശശിധരൻ കർത്ത അടക്കം 7 പേർക്കെതിരെയാണ് കേസിൽ പ്രധാനമായും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 23 വർഷങ്ങൾക്ക് മുമ്പ് 2000 ഒക്ടോബറിൽ കല്ലുവാതുക്കൽ മദ്യ ദുരന്തമായിരുന്നു കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദമായ ഒരു വിഷയം. അതിനുശേഷം പിന്നീട് 23 വർഷങ്ങൾക്ക് ശേഷം കേരളത്തെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഏറ്റവും വലിയ വിഷയമായി മാറിയിരിക്കുന്നത് മാസപ്പടി കേസാണ്. അന്ന് ഭരണപക്ഷത്തിരുന്ന ഇടതുപക്ഷമായിരുന്നു പ്രതിക്കൂട്ടിൽ ഉണ്ടായിരുന്നത്. ഇന്നും ഇടതുപക്ഷം തന്നെ ഭരിക്കുമ്പോൾ മാസപ്പടി കേസ് വീണ്ടും വിവാദത്തിലേക്ക് പോവുകയാണ്. ഇത്തവണ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കുകളിൽ എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കും വിധം ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഈ വിവാദത്തിൽ CPM-ഉം കോൺഗ്രസും മാത്രമല്ല മുസ്ലിം ലീഗും എല്ലാവരും പങ്കാളികളാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിനു പുറമെ സർവീസിലിരിക്കുന്നവരും വിരമിച്ചവരും IAS IPS റാങ്കുകളിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവയെല്ലാം ഈ മാസപ്പടി പട്ടികയിലുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അന്ന് മദ്യക്കച്ചവടത്തിനായിരുന്ന മണിയച്ചന്റെ ഡയറിയിലാണ് വിവാദമായതെങ്കിൽ ഇത്തവണ വിവാദത്തിലേക്ക് നയിച്ചിരിക്കുന്നത് കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം നടത്തുന്ന SN ശശിധരൻ കർത്ത മാനേജിംഗ് ഡയറക്ടറായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദമാണ്. CMRL-ഉം ആദായ നികുതി വകുപ്പും തമ്മിലുള്ള കേസിൽ ആദായ നികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയാണ് ഇപ്പോൾ പ്രധാനമായുള്ള ചർച്ചാ വിഷയം. 4 വർഷം മുമ്പ് 2019 ജനുവരി 25-ന് CMRL ഓഫീസിലും ഫാക്ടറിയിലും MD, ചില പ്രധാന ഉദ്യോഗസ്ഥർ എന്നിവരുടെ വീടുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ കമ്പനി വൻതോതിൽ ആദായ നികുതി വെട്ടിപ്പുണ്ടെന്ന് വകുപ്പ് കണ്ടെത്തി. ചെലവുകൾ കൂട്ടിക്കാണിച്ചാണ് ആദായ നികുതി വെട്ടിച്ചതെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ അന്നത്തെ ആരോപണം. ഇതിനെതിരെ കമ്പനി 2020 നവംബറിൽ നൽകിയ അപേക്ഷയിലാണ് വിധി വന്നത്. ഈ വാദം പിന്നീട് ശക്തമാകുകയും അന്വേഷണം ED-യിലേക്ക് ഉൾപ്പെടെ എത്തുകയുമായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മാസപ്പടി വിവാദം, അതായത് ചെയ്യാത്ത ജോലിക്ക് ഏകദേശം 1.72 കോടി രൂപ മാസപ്പടിയായി വാങ്ങിയെന്നുള്ള വിവാദം വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. കേസിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ നൽകിയിട്ടുള്ളതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഏകദേശം 4 പുതിയ റിപ്പോർട്ടുകളാണ് മാത്യു കുഴൽനാടൻ കേസ് അന്വേഷണത്തിന് വേണ്ടി നൽകിയിരിക്കുന്നതെന്നാണ് വിവരം.